ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ മേലെ ഉയരാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. അങ്ങനെ പറക്കാമെന്ന് നീ കരുതുകയും വേണ്ട എന്നൊക്കെ അവന്തിക ദേഷ്യത്തോടെ അർച്ചനയോട് പറയുകയാണ്. പിന്നെ നീ സച്ചിയുമൊത്ത് ഡൽഹിയിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് നീ ഓർക്കുക പോലും വേണ്ട. അതും ഞാൻ എങ്ങനെയെങ്കിലും മുടക്കിയിരിക്കുമെന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന പറയുകയാണ്. ഇത്രയും നേരം എനിക്ക് പോകണമെന്ന് ഒരു നിർബന്ധവുമില്ലായിരുന്നു. എന്നാൽ നിങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്താണെങ്കിലും ഞാൻ ഡൽഹിയിൽ പോയിരിക്കും. നിങ്ങൾ കണ്ടോ, നിങ്ങളെക്കാൾ മേലെ ഉയരത്തിൽ ഞാൻ എത്തുകയും ചെയ്യും. ഇതൊക്കെ കേൾക്കുന്ന അവന്തിക ഒരു ഞെട്ടലോടെ അർച്ചനയെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മുറിയിലേക്ക് എത്തുന്ന അർച്ചന ആതിരയെ വിളിച്ച് സച്ചിയുമൊത്ത് പോകുന്ന കാര്യങ്ങളെല്ലാം പറയുന്നതാണ്. ഇത് കേൾക്കുന്ന ആതിരയ്ക്ക് സന്തോഷമാവുകയാണ്. നിങ്ങൾ എന്ത് ഭാഗ്യവാന്മാരാ. ദേ കല്യാണം കഴിഞ്ഞു, ഇപ്പോൾ ഹണിമൂണിനും പോകുന്നു. ഞങ്ങളോ കല്യാണം കഴിഞ്ഞു, ഇപ്പോൾ ഹണിയുമില്ല മൂണുമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാ. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്. നീ വിഷമിക്കാതെ, ഞങ്ങളൊന്ന് പോയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് 4 പേർക്കും കൂടി എവിടേക്കെങ്കിലും പോകാം. ഇത് കേൾക്കുന്ന ആതിരയ്ക്ക് സന്തോഷമാവുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചി അർച്ചനയുടെ കണ്ണുമടച്ച് പൂജാമുറിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ അർച്ചനയെ വിഷുക്കണി കാണിക്കുന്നത് സച്ചിയായിരുന്നു. വിഷുക്കണി കണ്ട് അത്ഭുതത്തോടെ നിൽക്കുകയാണ് സച്ചി. താൻ രാവിലെ എഴുന്നേറ്റ് ഇതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെക്കാൾ മുമ്പ് എഴുന്നേറ്റ് ഞാനെല്ലാം ഒരുക്കിയതാ. അത്രയും പറഞ്ഞുകൊണ്ട് അർച്ചനയുടെ കയ്യിലേക്ക് ഒരു സ്വർണ്ണ നാണയം നൽകുകയാണ് സച്ചി. ഇത് കാണുന്ന അർച്ചനയ്ക്ക് സന്തോഷമാകുന്നു. അത് പിന്നെ സച്ചിയേട്ടന് ഞാൻ കൈനീട്ടമായിട്ട് തരാൻ ഒന്നും എടുത്തില്ലെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുകയാണ്. തൻ്റെ മുഖത്തെ ഈ സന്തോഷവും തൻ്റെ ഈ പുഞ്ചിരിയും അത് തന്നെ എനിക്ക് ധാരാളം. അതേസമയം സ്നേഹയെ കൊണ്ടുവന്ന് സന്ദീപ് കണി കാണിക്കുകയാണ്. അർച്ചനേട്ടത്തി കണി സൂപ്പറായിട്ടുണ്ടെന്ന് സ്നേഹ പറയുമ്പോൾ അതൊക്കെ നിന്റെ ഏട്ടനാ ചെയ്തതെന്ന് അർച്ചന പറയുകയാണ്. അല്ലെങ്കിലും ഈയിടെയായിട്ട് ഏട്ടന് ഏട്ടത്തെ ഇംപ്രസ് ചെയ്യിക്കല് അല്പം കൂടുതലാണെന്ന് സ്നേഹ പറയുമ്പോൾ എല്ലാവരും കൂടി ചിരിക്കുകയാണ്. അതേസമയം മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാനൊരുങ്ങിയ അനഘ ഇവരെല്ലാവരും കണ്ട് തിരിച്ച് മുറിയുടെ അകത്തേക്ക് കയറുന്നു. എന്താടി നീ പോയ വേഗത്തിൽ തന്നെ തിരിച്ചു വന്നതെന്ന് അവന്തിക ചോദിക്കുമ്പോൾ അനഘ പറയുകയാണ്. പൂജാമുറിയുടെ വാതിക്കെ എല്ലാവരും കൂടി നിൽപ്പുണ്ട്. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണെന്നാ തോന്നുന്നത്. എടി മണ്ടി, ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയൊന്നുമല്ല, ഇന്ന് വിഷുവാ. നീ പോയി വിഷുക്കണി കണ്ടിട്ട് വന്നേ. എല്ലാം കൂടി ഇളിച്ചുകൊണ്ട് നിൽക്കുന്നതാണല്ലോ ഞാൻ കണിയായിട്ട് കണ്ടത്. ഈ വർഷവും ഇനി പരാജയമാണോ ആവോ. എല്ലാവരും സന്തോഷിക്കട്ടെടി, ഈ ഒരു ദിവസം കൊണ്ട് എല്ലാത്തിനും അവസാനമുണ്ടാകാൻ പോകുന്നില്ലല്ലോ. പിന്നീട് കാണിക്കുന്നത് സേതുമാധവൻ വന്ന് കണി കാണുന്നതാണ്. അല്ല, അവന്തിക ആരും വിളിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ വന്നതേ ഉള്ളെന്നും വിളിക്കാൻ പോവുകയാണെന്നും അർച്ചനയും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തികയും അനഘയുമാണ്. സച്ചിയും അർച്ചനയും പോകുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് രണ്ടുപേരും. ആകെയുള്ളൊരാശ്വാസം അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ലെന്നായിരുന്നു. പക്ഷേ ആ സ്വാമി വന്ന് പറഞ്ഞത് കേട്ടില്ലേ, അവള് ഗർഭിണിയാകുമെന്നും പ്രസവിക്കുമെന്നും. ഇനി എന്തെങ്കിലും അത്ഭുതത്തിലൂടെ ഒരു കുഞ്ഞുകൂടി ഉണ്ടായാ അതോടെ തീർന്നു. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്. ആ കാര്യം ഓർത്തൊന്നും എനിക്ക് ടെൻഷനില്ല. സച്ചി അവളെ കൂടെ കൊണ്ടുപോയി അവസാനം അവൾക്ക് ഓഫീസിൽ ഒരു സ്ഥാനമെങ്ങാനും വേണമെന്ന് പറഞ്ഞാൽ അതോടെ തീർന്നു. അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. എങ്ങനെയെങ്കിലും അവരുടെ പോക്ക് മുടക്കണം. അതിന് ഈ രാത്രി മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഈ രാത്രി എന്തെങ്കിലും ചെയ്യണം, എങ്കിൽ മാത്രമേ യാത്ര മുടങ്ങൂ എന്നൊക്കെ അവന്തിക പറയുമ്പോൾ അനഘ പറയുകയാണ്. അതിനൊരു വഴിയുണ്ട്. അർച്ചന മാത്രമല്ല, സച്ചിയേട്ടനും പോകാനേ പോകുന്നില്ല. അത്രയും പറഞ്ഞ് തൻ്റെ ഐഡിയ അവന്തികയോട് പറയുമ്പോൾ അവന്തിക പറയുകയാണ്. അന്നുണ്ടായതുപോലെയൊന്നും ഉണ്ടാകാതെ നോക്കിയാ നിനക്ക് കൊള്ളാം. അതൊക്കെ ഞാൻ ഏറ്റു ചേച്ചി എന്ന് പറഞ്ഞ് അനഘ അടുക്കളയിലേക്ക് പോവുകയാണ്. അതേസമയം പോകാനുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുകയാണ് അർച്ചന. താനെന്തിനാ ഇത്രയും സാരിയൊക്കെ എടുത്തിരിക്കുന്നത്? അത് പിന്നെ അവിടെ ചെന്നിട്ട് ഡ്രസ്സ് മാറണ്ടേ എന്ന് അർച്ചന ചോദിക്കുന്നു. അതെ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറയുന്നത് മാത്രം അങ്ങ് വെച്ചാൽ മതി. അത്രയും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ അടുത്തുള്ളൊരു ബാഗ് തുറക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ബോട്ടിൽ വെള്ളവും ഒരു അച്ചാർ കുപ്പിയുമൊക്കെ ഉണ്ടായിരുന്നു. ഇത് കാണുന്ന സച്ചി ചോദിക്കുകയാണ്. അല്ല, താനെന്താ അവിടെ ചെന്ന് തട്ടിടാൻ പോവുകയാണോ? അത് പിന്നെ സച്ചിയേട്ടാ, നമുക്ക് അവിടുത്തെ ഭക്ഷണമൊന്നും പിടിച്ചില്ലെങ്കിൽ എന്ന് കരുതി എടുത്തതാ. അപ്പോൾ ഈ വെള്ളമോ? അത് അമ്മ പറഞ്ഞു അവിടെ മുഴുവൻ കിട്ടുന്നത് ക്ലോറിനുള്ള വെള്ളമാണെന്ന്. അതാ ഞാനിത് എടുത്തത്. ബെസ്റ്റ് അമ്മയും ബെസ്റ്റ് മോളും. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്. ഞാൻ സച്ചിയേട്ടനോട് പറഞ്ഞില്ലേ ഞാൻ ആദ്യമായിട്ടാ ഇത്ര ദൂരെയൊക്കെ പോകുന്നതെന്ന്. അപ്പോൾ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായ സച്ചിയേട്ടനല്ലേ അത് പറഞ്ഞു തരേണ്ടത്. അതിന് പകരം എന്നെ കളിയാക്കുകയാണെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുകയാണ്. ഇയാൾക്ക് മാറാനുള്ള 2-3 ഡ്രസ്സ്. ഇനി അതെടുക്കണമെന്നും നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് അവിടെ പോയി വാങ്ങാം. പിന്നെ എൻ്റെ ലാപ്ടോപ്പ്. നമുക്ക് 2 പേർക്കും 2 ദിവസത്തേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ. ഈ യാത്രയ്ക്ക് ഇത്രയൊക്കെ സാധനങ്ങളുടെ ആവശ്യമേ ഉള്ളൂ. ഈ പെട്ടി മാറ്റി നമുക്കൊന്ന് ചെറുതാക്കാം.
അത്രയും പറഞ്ഞ് അവർ സന്തോഷത്തോടെ സാധനങ്ങളെല്ലാം എടുത്തു മാറ്റുകയാണ്. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിലേക്ക് പോകുന്ന അനഘ അമ്പിളിയോട് വീട്ടിലേക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നതാണ്. അത് പിന്നെ ഈ പാല് തിളപ്പിച്ച് വെച്ചിട്ട് വേണം പോകാൻ. അല്ല പാലാർക്കാ? അത് പിന്നെ സച്ചി സാറിനും അർച്ചന കുഞ്ഞിനുമാണെന്ന് അമ്പിളി പറയുമ്പോൾ അവര് വന്നു കുടിക്കുമോ അതോ നീ കൊണ്ടുപോയി കൊടുക്കുമോ എന്ന് അനഘ ചോദിക്കുന്നു. അത് പിന്നെ വന്നു കുടിക്കാറാ പതിവ്. എങ്കിലേ ഇന്നു മുതൽ അങ്ങനെ വേണ്ട, നീ കൊണ്ടുപോയി കൊടുക്കണം. പിന്നെ നിന്നെ ചേച്ചി വിളിക്കുന്നുണ്ട്, നീ അങ്ങോട്ടേക്ക് പോയിട്ട് വാ. അങ്ങനെ അമ്പിളി അവിടെ നിന്ന് പോകുമ്പോൾ തൻ്റെ കയ്യിലുള്ള കുപ്പിയെടുത്ത് ആ കുപ്പിയിലെ പൊടിയിലേക്ക് നോക്കുകയാണ് അനഘ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.